നിങ്ങൾ കാണാൻ പോകുന്ന മിനി വ്ളോഗിൽ ഒരു വ്ളോഗർ കൂടിയുണ്ട്. ഇത് നമ്മുടെ വ്ളോഗർ മാഡം റിൻസി. എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് നമ്മളുടെ നേരത്തെയുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒരിക്കലും ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് ഇത്തവണ നമ്മൾ മാറ്റിപ്പിടിച്ചു. നമ്മളൊരു സ്പോണ്ടേനിയസ് റോഡ് ട്രിപ്പ് പോയി. കാറിലിരുന്ന് ഊപ്പാട് ഇളകിയെങ്കിലും ദ ലൊക്കേഷൻ വാസ് അമേസിങ്. പിന്നെ എവിടെ പോയാലും നമുക്ക് മിറർ കണ്ടാൽ അപ്പോൾ ഒരു സെൽഫ് ഒബ്സഷൻ ആണല്ലോ. ഫസ്റ്റ് ലുക്ക് തന്നെ കുറെ ബെഞ്ചും ഹട്ടും ഹൗസസും ഒക്കെ തന്നെ കണ്ടപ്പം ഞാൻ കുറച്ചൊന്ന് ചടച്ചായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നമ്മളുടെ ഫഞ്ച ഹൗസിന്റെ യഥാർത്ഥ മുഞ്ച് മനസ്സിലായത്. വീഡിയോ എടുക്കലും ഫഞ്ച ഹൗസിന്റെ മുഞ്ച് ആസ്വദിക്കലും ഒക്കെ കൂടി എനിക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നെങ്കിലും ഞാൻ കണ്ടതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരണ്ടേ എന്നുള്ളത് എനിക്കൊരു നിർബന്ധമായിരുന്നു. ഇവര് പീലി വിടർത്തുന്നു പ്രതീക്ഷിച്ച് ഞാൻ കുറച്ചേരം കാത്തു നോക്കി. പക്ഷെ നടന്നില്ല ഗൈസ്. ഈയിടെയായിട്ട് പുറത്തിറങ്ങുന്നതേ ഫോട്ടോവും വീഡിയോ എടുക്കണം എന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ. ഒമാനീസ് പണ്ട് യൂസ് ചെയ്തിരുന്ന കുപ്പിയും പാട്ടിയും ഡ്രസ്സും ചപ്പും ചവറും എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എസ്തെറ്റിക്സിന് ഒട്ടും കുറവില്ലാണ്ടാണ് ഓരോരോ ചട്ടിയും പാത്രവും കലവും എടുത്തു വെച്ചെന്ന് ആലോചിക്കുമ്പോഴാണ് അവരുടെ ക്രിയേറ്റിവിറ്റിന്റെ ഒരു ഹൈപ്പ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴെങ്കിലും ഈ വഴി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കയറിയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ട്സും ഇവിടെ ഉണ്ട്. നമ്മൾ നല്ലൊരു ടൈമിലാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെ ഒരു ക്ലിയർ വ്യൂ നമുക്ക് കിട്ടി. ആകെ ഒരു ചതി തോന്നിയത് ഈ വാദിയാണ്. ഇതൊരു വാദിയാണ് ഗൈസ്, ഉണങ്ങി വറ്റി വരണ്ട് കിടക്കുന്ന ഒരു വാദി. ഇത് അതിന്റെ ഉള്ളിലുള്ള ഒരു കാഫെയാണ്. കാഫെ മാത്രം ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തത്, കാരണം അത്ര ഭംഗിയാണ് അതിന്റെ ഉള്ളിൽ. എല്ലാം കണ്ട് കാഫിന്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും താഴെ എല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വ്യൂ വാസ് ഈവൻ അമേസിംഗ്. വീക്കെൻഡ് ഗെറ്റവേസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് സ്പോട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അവിടെ റൂംസും കൂടി അവൈലബിൾ ആണ്. അങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ പെരക്ക് വിട്ടു.